ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഡേ 2 ഓഫ് നേപ്പാളാണ്. ഞങ്ങളിന്ന് ആദ്യം പോകുന്നത് ലുംബിനിയിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. മോർണിംഗ് ഒരു 6:30 ഒക്കെ ആകുമ്പോൾ എണീച്ചു. ഇപ്പം ടൈം ഒരു 7:30, 8 അടുപ്പിച്ചായി. ഞങ്ങളപ്പോഴത്തേക്ക് റെഡിയായി, പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം രാവിലെ ഭയങ്കര തിരക്കായിരുന്നു. റെഡിയായി, അതിൻ്റെ ഇടയിലൊക്കെ ഫ്രഷൊക്കെ ആയി റെഡിയായി വരാൻ കുറച്ച് ടൈം എടുത്തതാണ്. അപ്പോൾ ലഗേജ് ഓരോന്നായിട്ട് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞാൽ നമ്മളും കയറും. എന്നിട്ട് നമുക്ക് ലുംബിനി പോകാം. അവിടെ മെയിനായിട്ട് ബുദ്ധൻ്റെ ഒരു അമ്പലമാണ്. ഭയങ്കര നല്ല അമ്പലമാണ്. ഭയങ്കര നല്ല അമ്പലമാണെന്നൊക്കെയാണ് കേട്ടത്. അമ്പലമല്ല, എന്താ പറയുക, പിന്നെ 3 മൊണസ്ട്രിയും കാണുന്നുണ്ടല്ലേ നേഹ? അങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. നേഹനെ കാണിച്ചതാ. നേഹ നല്ല ലുക്കായിട്ടുണ്ട്. ഡിബിൾ ഗേൾ. അയ്യോ, പെർഫ്യൂം ഒന്നും ഞാൻ അടിച്ചത് പോലില്ല. ഇത്തിരി അടി. അതല്ല, ഞാൻ എൻ്റെ അത് പെട്ടിയിലാക്കി. ചേടാ, ഇല്ല. ഇത് നേഹേൻ്റെ ബ്രേസ്ലെറ്റാണ്. ഇതിന് ചേരുന്നുണ്ട്. ഇത് ഞാൻ ചേരുന്നില്ലേ? ഇതാണ് എൻ്റെ അമ്മച്ച. നിങ്ങൾ വ്ളോഗിലേ കണ്ടിട്ടുണ്ടാവില്ല. ഹലോ പറ അമ്മച്ച. ഹലോ. വ്ളോഗ് ആരുമല്ല. ഇങ്ങോട്ടാ പോണ പറയില്ല. ചുള്ളനായിരിക്കും പിങ്ക് ഇട്ടിട്ട്. അമ്മച്ചൻ എത്ര വയസ്സ് അമ്മച്ച? 25. ഇത്രയോ? കൂടിപ്പോയാ 20. ഇത്രേ ഉള്ളൂ. 18. 18 എന്നല്ലേ ഞാൻ പറയാറ്. ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ ഒരു ഒമ്നി വാനിൽ കയറിയിട്ട് മായാദേവി ടെമ്പിളിലേക്ക് പോകാം കേട്ടോ. അവിടെയാണ് ബുദ്ധൻ ജനിച്ചത്. അവിടെയല്ല പിന്നെന്താ കയറിയില്ലേ? ജപ്പാൻ മൊണാസ്ട്രിയാ? ഇവിടെ ഒരു വലിയ വ്ളോഗർ. യോധ ഷൂട്ട് ചെയ്തത് ഇവിടെ അമ്മ? അമ്മ യോധ ലുംബിനിയിലാണ് ഷൂട്ട് ചെയ്തത്. കാഠ്മണ്ഡുല, ലുംബിനിയിലല്ല. കറക്റ്റ് നേപ്പാളിൽ കൊട്ടാരത്തിൽ ജയിക്കാതെ വേറെ സ്ഥലത്താണ് അവിടെ പോയി ഫോട്ടോ. സൂപ്പർ റോഡാണ്. നല്ല മുട്ട വെയിലാണ് ഇവിടെ. എല്ലാരും ഓരോ കൊടയിലാണ്. ഞങ്ങൾ പൊട്ടന്മാര് കൊട എടുത്തില്ല. ഇതെന്താ സ്റ്റാച്ചു? ബുദ്ധൻ്റെ സ്റ്റാച്ചുവാ. വെയിലുണ്ട് കേട്ടോ. ഇപ്പൊ നല്ല എവിടെ താമര? അത് താമരേനു? ഞാൻ ഇപ്പോഴാട്ടോ കാണുന്നത്. എടാ താമര. താമര നല്ല രസമുണ്ട്. ഒരു വയലറ്റ് കളർ ലോട്ടസ് ആണ്. അയ്യോ, ഞാൻ എപ്പോഴും വീഡിയോ ഓണാക്കി ചെട്ടും കൂടി വരിയിട്ട് കാല് മൊത്തം കൊള്ളുന്നു കേട്ടോ.
എന്തൊരു ചൂടാണ്. ഇതാണ് ലുംബിനി. ചൂട് മാത്രമേ പ്രശ്നമുള്ളൂ. ഈവനിങ് വന്നാൽ നല്ല സുഖമായിരിക്കും. ആ ശരിയാണല്ലോ, ടൈൽസാ ചൂട് കുറവ്. ഇതൊക്കെ വൈകുന്നേരം നല്ല രസമായിരിക്കും ഇരിക്കാൻ. ചൂടില്ലാത്തപ്പോൾ വരണമായിരുന്നു. ചൂടില്ലാത്തപ്പോൾ അമ്മയെ കൊള്ളു. ഭയങ്കര കാമായിട്ടുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഒത്തിരി ടനടിച്ചു. അണ്ണാനൊക്കെ എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമുണ്ട് കേട്ടോ. പക്ഷെ ഇവിടേക്കൊന്നും ഇറങ്ങരുതെന്ന് തോന്നുന്നു. ഞാൻ ഇറങ്ങി. ഞങ്ങൾ ചൂടെടുത്ത് പുകഞ്ഞു മൊത്തം വേറെ. അവിടെ ഉള്ളിൽ ഫോട്ടോ വീഡിയോസും എടുക്കാൻ പാടില്ല. ഉള്ളിൽ കയറിയാൽ അപ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ ജസ്റ്റ് ഒരു ഇതാണ്. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു കഫേ വന്നതാണ്. നല്ല ദാഹം, നല്ല ചൂട്. അപ്പോൾ ഇവിടെ കയറിയിരുന്ന് ഇനിയിപ്പം ലൈൻ എന്തെങ്കിലും കുടിക്കണം. ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റില്ല. ഒരു സാധനത്തിന് 3000 ഇന്ത്യൻ പൈസ. പറയുന്നത് ക്യൂട്ടായിട്ടുള്ള ഇതുണ്ട്. കുഞ്ഞു കുഞ്ഞു ഡോള്. ഞാൻ നല്ല രസമുണ്ട്. അത് നല്ല രസമുണ്ട്. ഞങ്ങൾ ഉള്ളിൽ പ്രാർത്ഥിച്ചു കേട്ടോ. ഭയങ്കര വലിയൊരു പുത്തിൻ്റെ പ്രതിമ 2 എണ്ണം ചേർത്ത്. പിന്നെ അങ്ങനെ ഇതേത് മണമൊക്കെ ഞാൻ ചോദിച്ചിട്ട് പറയാം. നല്ല രസമുള്ള കുറേ ക്യൂട്ട് സ്റ്റഫ് ഇപ്പുറത്ത് വാങ്ങിക്കാണ്ട് കേട്ടോ. അപ്പുറത്ത് നല്ലൊരു ബുദ്ധൻ്റെ പ്രതിമ ഉണ്ട്. ഭയങ്കര പീസ്ഫുള്ളായിട്ട് അവിടെ ആരും സംസാരിക്കാത്ത കുറേ ഇങ്ങനെ ഇരിക്കാം. എന്നിട്ട് ഇങ്ങനെ ബുദ്ധനെ നോക്കിയിരിക്കാം. ഭയങ്കര ഒരു സമാധാനം. അങ്ങനത്തെ ഒരു സ്ഥലം. അവിടെ ഫോട്ടോ വീഡിയോ ഒന്നും അവിടെ കേട്ടോ. അതാണ്. ഇതെന്താ ഭക്ഷണം കഴിക്കുന്ന രീതിയാ. നല്ല രസമുണ്ട്. ഭക്ഷണം കഴിക്കുന്നല്ല, ഇത് മെഡിറ്റേറ്റിംഗ് അമ്മൂമ്മ മെഡിറ്റേറ്റിംഗ് സൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യാം. അതാണ് നല്ല. ഞാൻ വിളിച്ചട്ടെ. ഞാൻ ഇതൊക്കെ നല്ല നമ്മൾ മറ്റേതിൽ കാണുന്ന പോലത്തെ സാധനങ്ങളല്ലേ, മൂവിയിലൊക്കെ. അതൊക്കെ നല്ല രസമുണ്ട്. ചായ ഇങ്ങനെ ഒഴിച്ച് അവർ അതിൻ്റെ മറ്റേ ഇൻഷുറൻസ് വെക്കും. എന്നിട്ട് ഇതിൻ്റെ തളം പറയും. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ചായപ്പൊടിയും വെച്ച് അവർ ആ കപ്പിൽ വെച്ച് മുതിർന്ന ചൂടുവെള്ളം ഇതിലേക്ക് വെച്ചിട്ട് അതൊന്നിങ്ങനെ എനിക്കിതേപോലെ ചെയ്തു കണ്ടിട്ട് തട്ടിപ്പറിക്കണം. അവരുടെ ടൈപ്പ് തൊപ്പി. ഒരു കൂളർ. ഈ സ്ഥലത്തു നിന്ന് അങ്ങോട്ടേക്ക് കാണുന്ന വ്യൂ നല്ല രസമുണ്ട്. ഭയങ്കര അടിപൊളി. ഇതൊക്കെ രസം. എല്ലാ രസമാണ് എനിക്കിത് പറയുന്നത്. നമ്മളിങ്ങനെ 2 സാധനം വാങ്ങിച്ചു കേട്ടോ. ഇവിടെ വീഡിയോ എടുത്തു. ഒരു കീ ചെയിനും വാങ്ങി. ഒരു നേപ്പാൾ കാഠ്മണ്ഡുവിൻ്റെ ഒരു സ്റ്റാച്യു. നേഹ വാങ്ങിച്ച കാണിക്ക്. ഞാനിത് കണ്ടറിയാൻ വരച്ചു വെച്ചു. നേപ്പാളിൽ ചെയ്താണോ? ആ അത് ശരി. ഏത് ഭാഷയിലാണ് ചോദിച്ചത്? അയ്യോ പൊള്ളുന്നു. നല്ല ഭംഗിയുണ്ട്. ഇതാണ് കേട്ടോ സ്ഥലം ചുറ്റും. അവിടേക്കൊക്കെ നോ എൻട്രി, അതുകൊണ്ട് പോകാൻ പറ്റില്ല. ഓക്കെ, ഇത് ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. ഇത് നല്ല ഭംഗിയില്ലേ? ആ ബുദ്ധന് നല്ല രസമുണ്ട്. പറഞ്ഞു കേട്ടോ. ഞാൻ മോങ്കാവാ വേണ്ട. എന്താ ഇങ്ങനെ ബുദ്ധനെ കണ്ട് ഉള്ളത്തെ ബുദ്ധൻ എന്ത് രസമല്ലേ. ഫുൾ ഒരു ബ്ലാക്ക് വലിയ ബുദ്ധൻ. ക്ലാസ്മേറ്റ്, പണ്ടത്തെ ക്ലാസ്മേറ്റ് പോലെ
ഇത് ഞങ്ങൾ വേറൊരു മൊണാർക്കിൽ കയറിയപ്പം അവിടെ എല്ലാവരും ഇങ്ങനെ എഴുതുന്നുണ്ടായിരുന്നു പെന്ന് വെച്ചിട്ട് എന്തൊക്കെയോ. അപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത്. അപ്പം അവിടെ നമുക്ക് വിഷ് എഴുതാം, അതേപോലെ നമ്മുടെ പേര് എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ എഴുതാനായിട്ട് പറ്റും. അവിടെ 2 തൂണ് അതിനായിട്ട് തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടോ. ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ നല്ലൊരു താമര, കുറേ താമര ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നല്ല ഫുഡായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിലത്തൊക്കെ ചോറ് പോലെ ചോറ് തന്നെയായിരുന്നു. അവരവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. താമര കാണിച്ചു തരാം. ഫുൾ താമര, നല്ല ഭംഗിയുണ്ട്. ഓറഞ്ച് കളർ താമര. ആദ്യത്തെ കണ്ട വയലറ്റ് ആയിരുന്നു. ഇവിടെ നല്ല ചൂടുണ്ട്. അത് വെച്ചിട്ട് ബാക്കിയൊക്കെ നല്ല കേട്ടോ. ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റാത്ത ചൂട്. അവിടെ ഇരിക്കാൻ പോവാൻ നല്ലൊരു മരത്തിൻ്റെ ചുവട്ടിൽ നല്ല രസമുണ്ട്. ഒന്നും കടിക്കൂലായിരിക്കില്ലേ? അവരെല്ലാവരും എന്താണ് ഞങ്ങളുടെ ബസ്, അവരെല്ലാവരും അവിടെയാണ്. ഞാൻ ഇങ്ങോട്ടേക്ക് നടന്നു പോന്നു. ഈ വെള്ളച്ചെടിയും ബാക്കിലൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വെറുതെ നടന്നതാണ്. എൻ്റെ കൂടെ അമ്മയും കൂടി വന്നു കേട്ടോ അവിടെ ഇരിക്കും. അയ്യോ, അമ്മയെ കാണുന്നില്ല. നല്ല സ്ഥലം. ചൂട് മാത്രമേ ഉള്ളൂ അല്ലേ അവിടെ പ്രശ്നം? ഒടുക്കത്തെ ചൂട്. ആ കാണുന്നുണ്ടൊരു ബെല്ലൊക്കെ. ബെല്ലും എന്താ അപ്പുറത്തുള്ള സിംഹം. 2 കവാടത്തിൽ. ഇപ്പം വിസിറ്റ് ചെയ്തത് 3 മൊണാസ്ട്രിയാണ്. അത് ഏതൊക്കെയാണ്? ജർമ്മൻ, അങ്ങനെയല്ല, വേറെ ഏതൊക്കെയാ കേട്ടോ, കറക്റ്റ് അറിയില്ല. ജർമ്മനും വേറെ ഏതൊക്കെയോ ആണ്. ജപ്പാനില്ല. ജപ്പാനിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ഇരിക്കുക ചെയ്തല്ലേ. കയറി കണ്ടത് 3 ഉള്ളൂ. അവിടെ ഏതൊക്കെയോ ഉണ്ട്. എല്ലാം നമ്മൾ ഇന്ത്യയുടെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നേ ഉള്ളൂ. അവിടെ എല്ലാം നല്ല ഭംഗിയുണ്ട്. എല്ലാത്തിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പാടില്ല, അതാണ്. ഉള്ളിലൊക്കെ വലിയ ബുദ്ധൻ്റെ ഒന്നെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ഗോൾഡൻ സ്റ്റാച്ചു, അങ്ങനത്തെ പീസ് ഉള്ളിൽ കയറിയ അങ്ങനത്തെ വലിയ വലിയ പ്രതിമയാണ്. ഉള്ളിൽ കയറിയ ഭയങ്കര തണുപ്പ്. പിന്നെ ഒരു സ്ഥലത്ത് നമ്മൾ എഴുതി, ഞാനും നെയ്യും എൻ്റെ പേരൊക്കെ എഴുതി. ഞാനും എഴുതി. അമ്മ എഴുതി. ഉള്ളിൽ കയറിയ ഭയങ്കര തണുപ്പല്ലേ? ഭയങ്കര തണുപ്പും ഭയങ്കര ശാന്തതയും. എൻ്റെ ഫോൺ ചൂടായിട്ട് ഓഫാകുമോ എനിക്കറിയില്ല. ഏത് സിനിമയിൽ? എന്തിനും വേറൊരു സൂര്യോദയം ഫിലിമിലെ പാട്ടിൽ വെള്ളപ്പാട്ട്. അത് വെള്ളപ്പൂ നല്ല രസമുണ്ട്. കുറേ ഇങ്ങനെ കിടക്കുമ്പോഴേ എല്ലാം. അപ്പോഴേ അവിടെ ഉള്ളൊരു മാങ്ങമരമുണ്ട്. മാവ് മരം, സോറി മാവ്. ഇങ്ങനെ പിടിക്കാൻ കാണുന്നില്ല. അപ്പം ശരിക്കല്ലേ അങ്ങനെ. അപ്പം അവിടെ പോയിട്ട് ഞാൻ വെറുതെ ഒന്ന് ഇങ്ങനെ തൊട്ടാൽ മതി, അപ്പത്തേക്ക് മാങ്ങ കിട്ടി. കഴിച്ചു നോക്കാം നമുക്ക്. ഇവിടുത്തെ നേപ്പാളത്തെ മാങ്ങ എങ്ങനെയാണ് നോക്കട്ടെ. പുളിയുണ്ടോ? പുളിയില്ല, അതായിട്ടില്ലേ ഈ മാങ്ങ. വേറെ ഷേപ്പില്ലേ മാങ്ങക്ക്? നമ്മൾ കാല് പൊള്ളിന് കയ്യും കണക്കില്ല. അത് അമ്മ അവിടെ ഇരിക്കുന്നു. ഞങ്ങൾ ഫുള്ളത് ഓടിക്കയറി കറങ്ങലോട് കറങ്ങല്. എൻ്റെയും കാല് പൊള്ളി. ഞങ്ങളതില്ലേ കയറിയിട്ട് കറങ്ങലോട് കറങ്ങല്. ഞാൻ വെച്ചാൽ ഉള്ളിലേക്ക് കയറാണ്ടെന്ന്. എന്നിട്ടോ ഉള്ളിലേക്ക് കയറാനില്ല, ഈ കാണുന്നത് തന്നെ ഉള്ളൂ. എന്താ ചെയ്യാ, വെറുതെ കൊണ്ടുപോയി അവസാനം കാര്യം വിളിച്ച്. അതാ ബെല്ലൊക്കെ നോക്കിക്ക. ഇതാണ് കോലം. നല്ലൊരു ചൂടിന്ന് പെട്ടെന്ന് AC ഇട്ടപ്പോൾ ഞാൻ നല്ല രീതിക്ക് കിടന്നുറങ്ങി. ഇങ്ങനെ ഉറങ്ങി എണീച്ചതും ഭയങ്കര കുണ്ടും കുഴിയുള്ള ആ ഒരു റോഡായതുകൊണ്ട് ഞാൻ എണീച്ച് പോയതാണ്. എണീച്ചപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തെ സൈഡ് ഫുള്ള് റിവറും ഇപ്പുറത്തെ സൈഡ് ഫുള്ള് കല്ലുകളും, അങ്ങനത്തെ ഒരു റോഡായിരുന്നു ഞാൻ കണ്ടത്. ആ സൈഡിൽ ആൾക്കാരൊക്കെ കുളിക്കുന്നതൊക്കെ ഇങ്ങനെ നേഹ കാണിച്ചിരുന്നുണ്ടായിരുന്നു. അപ്പുറത്താണെങ്കിൽ വലിയ വലിയ പാറക്കഷ്ണങ്ങളാണ് ഈ ഒരു സൈഡിലുണ്ടായിരുന്നത്. അങ്ങനത്തെ ഒരു റോഡിൽ കൂടെ ആയിരുന്നു ഞങ്ങളുടെ മിക്ക നേപ്പാൾ ട്രിപ്പിൽ എല്ലാ ദിവസവും ഞങ്ങളുടെ ഇങ്ങനത്തെ ആയിരുന്നു. കാരണം
ശരിക്കും എന്തോ ദൈവഭാഗ്യമുണ്ട്. കാരണം ഈ സ്ഥലമൊക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറ്റുന്ന ലാൻഡ് സ്ലൈഡ് വരുന്ന അങ്ങനത്തെ പല സ്ഥലങ്ങളിൽ കൂടിയായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഒന്നും പറ്റാതെ തിരിച്ചു വന്നതിൽ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇത് പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു ഇത്രയും ഇതിൻ്റെ ഇടയിൽ ഒരു ബനാന ട്രീ മാത്രം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ പല കാഴ്ചകളും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഭയങ്കര സേഫ് അല്ലാത്ത റോഡിൽ കൂടെയായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അത് അറിയൂല, അത് വേറെ ലൈനിൽ വലിച്ചു പിടിച്ചിട്ടുണ്ട്. ഓരോ ബ്രിഡ്ജിന്റെ നടുക്ക് പൊട്ടിട്ട് എന്നിട്ട് ആൾക്കാർ നടക്കുന്നത്. വേറെ ബ്രിഡ്ജ്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരത്തെ ചായക്കായിട്ട് നിർത്തി. അപ്പോൾ അവിടെ എല്ലാ സ്ഥലത്തും കാണുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള സ്നാക്കാണിത്. അപ്പോൾ അത് ഞങ്ങൾ ട്രൈ ചെയ്തു. അതിന്റെ പേര് നേപ്പാളി ഡോണോ? നേപ്പാളി ഡോണല്ല, എന്തൊരു റോട്ടി മധുരമുള്ള. ഞാൻ നേപ്പാളത്തെ പരിപ്പാടാ. നമുക്ക് ആദ്യം ഇത് വയ്ക്കാം. വലിയത് പോയില്ലേ? എനിക്ക് മതി, കുഴപ്പമില്ല. അല്ല റംബൂട്ടാൻ ഇവിടെ കഴിച്ചോട്ടാ. അടിപൊളി മധുരം. ഇഷ്ടല്ല? നല്ല മധുരം. എന്ത് മധുര? അവിടെ ഡബിള് മധുരം നാട്ടിൽ തന്നെ കാട്ടും. മധുര നമ്മളെ ചായ കുടിക്കാൻ വന്നപ്പോൾ അപ്പുറത്തുള്ള വ്യൂ അത്. ഹായ്, ഞങ്ങൾ വയലറ്റ്, അയ്യോ കണിശി, അതാ വയലറ്റ് സെൻറ്റർ ഫ്രഷ് ഗ്രേപ്പിൻ്റെ ഫ്ലേവർ. നാട്ടിൽ ഇതുവരെയായിട്ടും കണ്ടില്ല. എങ്ങനെയുണ്ട്? അങ്ങനത്തെ കുറച്ചെണ്ണം വാങ്ങിയിട്ടുണ്ട്. കറക്റ്റ് നേപ്പാളിനെ പോലെ തന്നെ ചായ പൊടി. അമ്മ ഇത് ശരിക്കും യാക്കിൻ്റെ പാല? ഇവിടെ അങ്ങനത്തെ ചായ നല്ല ടേസ്റ്റ് ഉണ്ട്. ബബിൾക്ക് മാറിയിട്ടു ചായ. അമ്മയ്ക്ക് നല്ല ഇഷ്ടമായി. നമ്മൾ കഴിക്കാൻ വന്ന കെയറിങ്സ് കിംചി ഫ്ലേവർ. നമ്മൾ 3 എന്തെങ്കിലും സ്നാക്സ് വാങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോവാം. നീ നന്ദിച്ചേച്ചു ഇങ്ങനെയാ ഇങ്ങനെ ഉണ്ട് പറഞ്ഞാലേ ഞാൻ കഴിക്കും. ഇതിലുണ്ട് സൂപ്പിഷ് പോലെ. ഇതൊരു മീനിന്റെ ചോദിക്കും. കിംചി ഫിഷ് സോസാണ് ഉപയോഗിച്ച് ചെയ്യുന്നത്. അതിന്റെ ടേസ്റ്റ് മാറാൻ നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. കുറേ വാങ്ങിക്കാം. ടേസ്റ്റ് ഒക്കെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്ത സ്നാക്സിലേക്ക് പോയി. അതെ, പിന്നെ അവിടെ എത്തുമ്പോൾ ഫുഡ് കിട്ടും. അതെ അതെ, അപ്പോഴത്തേക്കും തിന്ന് തീർക്കണം. ഇത് തിന്ന് ഇനിയുമ്പോൾ ഇത് തിന്നും. അതപ്പോൾ ഞങ്ങളെ ടെക്നിക്ക്. പിന്നെ കൈ തുടയ്ക്കുന്ന ഇൻട്രസ്റ്റിംഗ്. അതെ, കൈ തുടയ്ക്കുന്നത് ഇലയിൽ ഞങ്ങൾ ഇത്തിരി വെള്ളം ഒഴിക്കും. എന്നിട്ടൊക്കെ കൈ തുടയ്ക്കും. നമ്മളെ ഭയങ്കര ബുദ്ധി വെച്ചുണ്ടാക്കി. അതെ, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ഈശ്വര, മറ്റേ തന്നെ എനിക്ക് എരിയുണ്ടായിരുന്നത്. എന്താ ഭയങ്കര എരിവെന്ന് തോന്നുന്നു. ഹോട്ടസ്റ്റ് നൂഡിൽസ് ഓഫ് നേപ്പാൾ ഉണ്ടാക്കിയ സാധനം.
തായ്ലൻഡ് കൊണ്ടുവന്ന അക്കാബാറെ പൊട്ടിക്ക് ടു എക്സ് സ്പൈസി എന്നൊക്കെ എഴുതുന്നുണ്ട്. അതാ താഴെ എനിക്കിഷ്ടമായിരുന്നു. അങ്ങനെ എരിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ എരി വരുമ്പോൾ നല്ല രസം. അയ്യോ കണ്ടിട്ട് നല്ലതുണ്ട്. ഇതിനെക്കാട്ടി ചോപ്പ കാണാൻ ശരിക്കും നല്ല ചോപ്പ, ഇതിനെക്കാട്ടി ചോപ്പ. കുക്കുറാൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് പുകഞ്ഞു പോലെ എരിവില്ല. ഓക്കെ ഇപ്പം എരിവുണ്ട്. കുർക്കുറൻ്റെ ടേസ്റ്റ് പക്ഷേ എരിവുണ്ട്. ഒരു മൂക്കും കൂടെ വെക്കും പോകും സഹിക്കാൻ പറ്റുന്നുണ്ട്. എരിവൊന്നുമില്ല. എൻ്റെ മൂക്കും കൂടെ പുക പോകും. പക്ഷെ ഒരു പൊടി ഒരു കൂടെ ഒന്നും പോയില്ല. നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാം. നല്ല മധുരം. അമ്മ അത് നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചു നോക്ക്. എന്താ എങ്ങനെയുണ്ട്? ആളെങ്ങനെയുണ്ട് പറ കഴിക്കുന്നത്. സ്പൈസി അല്ലേ? അമ്മമ്മയ്ക്ക് കൊടുക്കാൻ പോവാൻ. ഞാൻ അമ്മമ്മ ടേസ്റ്റ് നോക്ക്. ശ്രദ്ധിച്ച് കഴിച്ചോട്ടോ. എരുണ്ടേ മൂക്ക് കയറണ്ടായിരുന്നു. ടേസ്റ്റ് ഉണ്ടോ? എനിക്കിഷ്ടമല്ലാന്ന് കഴിച്ചിട്ട്. എനിക്കിഷ്ടമായി കേട്ടോ. മറ്റേനെക്കാളും എനിക്കിഷ്ടമായി. ഈ ടേസ്റ്റാണ്. എരിവുണ്ട് പക്ഷെ എൻ്റെ ഭയങ്കര ഫിഷിൻ്റെ ചോയ. അവർക്ക് ഫിഷ് ഇഷ്ടമില്ലാണ്ട് ഇവള് കഴിച്ചു. എനിക്ക് നല്ല ഫിഷിൻ്റെ ചോയ. അത് കഴിക്കട്ടെ. ബൈ. നല്ല എരിയുണ്ട് കേട്ടോ. ഞാൻ ഇരിച്ച് കഴിക്കാൻ പോകും. നിനക്ക് എപ്പോഴാണ് സ്പൈസി ടോളറൻസ് വന്നത്? എനിക്കില്ലായിരുന്നല്ലോ. എനിക്ക് ആർക്കും പറ്റാത്തൊക്കെ എനിക്ക് പറ്റും. എല്ലാവർക്കും പറ്റുന്ന ഒന്നും എനിക്ക് പറ്റില്ല. എപ്പോഴും എനിക്ക് നാക്കരിയുന്നത്. ഒരു പ്രാവശ്യം പോയതൊക്കെ പറ്റാ ഫുൾ സ്പൈസ് പാക്കറ്റ് കിട്ടുമല്ലോ. ആ ഫുള്ള് എരിവുണ്ട്. പക്ഷെ അന്ന് KFC എന്ന് വെച്ച ബർഗർ എല്ലാവർക്കും ഒരു കുഴപ്പമില്ല. ഞാൻ ഇരുന്ന് പറ്റും. ഇന്നലെ കഴിച്ച കറി ഇപ്പൊക്കെ ഭയങ്കര എരിവ്. ചിക്കൻ കറി നമുക്കൊന്നും അത്ര കുഴപ്പമില്ല. അത്ര കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും വീഡിയോ എടുത്ത് മണ്ടബുദ്ധി ഞങ്ങളൊന്ന് കഴിച്ചിട്ടാ. അടുത്തൊരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത പൊട്ടിക്കുന്നത്. ബാക്കി 3 വാങ്ങിച്ചു. അല്ലെങ്കിൽ എല്ലാം ഇപ്പൊ പൊട്ടിച്ച് നമ്മൾ 5 വാങ്ങിക്കണമായിരുന്നു. എനിക്കില്ലേ ഇവിടെ ഇയർഫോൺ വെച്ചിരിക്കുക പാട്ടും കേട്ടിട്ട്. സ്പോട്ടിഫൈ പ്രീമിയം. സംസാരം കേൾക്കാൻ അവസ്ഥ. പക്ഷെ ഞാനാണെങ്കിൽ ഒരു തേങ്ങയും വെക്കാഞ്ഞിട്ട് എൻ്റെ ആണെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് മാറുന്നതിനനുസരിച്ച് ചെവി അടയാൻ തുറക്കുക. ഇതിൻ്റെ പെട്ടെന്ന് അടയാൻ തുറക്കുന്നുണ്ട്. കാരണം ഫ്ലൈറ്റൊന്നും എനിക്ക് തന്നെ ഇത് പണിയെങ്കിൽ ചെവി അതെനിക്ക് മറ്റു താലന്റ് പോയപ്പോൾ ഇഷ്ടമായി. അതാ ഇപ്രാവശ്യം എനിക്ക് ഫ്ലൈറ്റ് വലിയ ഇഷ്ടമില്ല. ഇതും എനിക്കിപ്പോൾ ഇഷ്ടമാണ്. ഒരു പ്രാവശ്യം ഇഷ്ടമല്ല. ഫ്ലൈറ്റ് ഉണ്ടാക്കിയാളുണ്ടല്ലോ. ഇല്ലെങ്കിൽ നമ്മൾ 3-4 ദിവസം എടുക്കുമായിരുന്നു. കൊള്ളത്തെ ഇല്ല 4 ദിവസം. ആ രാത്രി 9 മണിക്ക് പറഞ്ഞ ഫുഡ് എത്തും. തീവ്രസംഘം അമ്മൂമ്മ തീവ്രസംഘം യൂട്യൂബിൽ വരും. ഞാൻ ഓൾറെഡി ഇടും. എനിക്ക് പൊട്ടിക്കാൻ പറ്റില്ല. നിങ്ങൾക്കൊരു കാര്യമേ ഗോപുരം കൃഷി ഒന്നുമില്ല. സാധാരണ രണ്ടാമത്തെ കഴിക്കുന്നു. നമ്മൾ എടുക്കണ്ട പറഞ്ഞിട്ട് ഞാൻ വാശി പിടിച്ചെടുത്ത. എന്നിട്ട് വന്നിട്ട് എന്താ പറയുക, ഞാൻ പെട്ടെന്ന് ബ്ലോഗ് എൻ്റെ എന്താ വെച്ചാൽ ഫോണിൽ ചാർജ് നിൽക്കുന്നുമില്ല, പവർ ബാങ്ക് കൊടുത്തിട്ടില്ല.
പിന്നെ ഈ ബസ്സിലാണെങ്കിൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും ഇല്ല. പിന്നെ എന്താ ചൂടായതുകൊണ്ട് ഇത്രയും നേരം പെട്ടെന്ന് ചാർജ് കുറയുണ്ടായിരുന്നു. ഇപ്പം ചാർജ് അങ്ങനെ കുറയുന്നില്ല. ഇപ്പം നല്ല തണുപ്പുണ്ട്. ഐ മീൻ ബസ്സിൽ എ സി ഉള്ളതുകൊണ്ട് തണുപ്പുണ്ട്. പുറത്ത് രാവിലെ തൊട്ട് ഉച്ച വരെ ഞങ്ങൾ മറ്റേ സ്കൂബ മറ്റേ മൊണാസ്ട്രി ഒക്കെ കണ്ട് ആ സ്ഥലത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബാറ്ററി ഡ്രെയിൻ ആയി. അതാണ് സംഭവിച്ചത്. തന്നെ പണി. ഞങ്ങളിപ്പോൾ ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ഇറങ്ങി പിടിക്കാൻ. ഞങ്ങളിപ്പോൾ ഒരു റോപ്പിൽ അല്ല ബ്രിഡ്ജിൽ കൂടെ നടക്കുക. കാണിച്ചരേ അമ്മേ പിടിക്കാം. പോയാ ഞാൻ ഇങ്ങനത്തെ ഒരു ബ്രിഡ്ജ്. അമ്മേ എനിക്ക് പേടിയാ. ശ്രദ്ധിച്ച് കാടിയില് വീണ തീർന്ന് ഗ്രില്ല് നേരെ എന്റെ ആക്കിയിട്ട് പോലും ഇല്ല. അവര് ഫുൾ കല്ലാട്ടോ. എനിക്ക് പേടിയുണ്ട്. ആ നമ്മള് നടക്ക. എനിക്ക് പക്ഷെ പേടിയാവുണ്ട്. തോന്നി താഴത്തേക്ക് നോക്കുമ്പോ. ആ താഴേക്ക് ഞാൻ താഴെ നോക്കുന്നുണ്ട്. എനിക്കതാ പേടിയാവുന്നത്. അമ്മേ ഇത് കൈ മുറിയുണ്ട്. ഞാൻ പറഞ്ഞത് എന്റെ കൈ മുറിഞ്ഞു. ഇവിടെ ഇവിടെ നടുക്കിലോളം ഞങ്ങൾ എത്തിട്ടോ. ഞങ്ങൾക്ക് ഇനി പേടിയാ. ഇതാണോ നടുക്ക്? നടുക്കോളം എത്തി. നടുക്ക് പോകില്ല. എനിക്ക് പേടിയാ. ഇനി മതി, നമുക്ക് പോവാ. എനിക്ക് ആ വെള്ളം നല്ല രസമുണ്ട്, ഭംഗി. നമ്മൾ ഇത്രയും ദൂരം വന്നു. ഇനി വയ്യ, ഇനി പേടിയാ. എനിക്ക് നടക്കണം. നടുക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഷേക്ക് ആവാൻ പോണെ. മിണ്ടാതിരി. എനിക്ക് വെച്ച ഞങ്ങളുടെ സാധനം തരുന്നത് ഇതിന് പ്രാന്തായി കേട്ടോ. എങ്ങനെ ഉണ്ട് എനിക്കറിയില്ല. നിങ്ങൾ കണ്ടോ? എനിക്ക് തുമ്മാ വരുന്നു. ഗൈസ് ഞങ്ങള് എന്താ മസാല പൊക്കറ സ്ഥലത്തെത്തി. പൊക്കറ എന്നിട്ട് അവിടെ എത്തിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു, കുളിച്ചു ഒക്കെ കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് റൂമിലിരുന്നപ്പോഴത്തേക്കും കറണ്ട് പോയി. പക്ഷേ ഫാനും ലൈറ്റും ഉണ്ട്, വൈഫൈയും ഉണ്ട്. പക്ഷെ വേറെ കുറച്ച് ലൈറ്റൊക്കെ പോയി, കുറച്ച് ലൈറ്റ് ഉണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ റൂം കാണിച്ചു തരാം. ഞാൻ മര്യാദയ്ക്ക് അല്ലെങ്കിൽ നാളെ മര്യാദയ്ക്ക് കാണിച്ചു കൊടുക്കണോ? നാളെയും ഇവിടെ തന്നെ സ്റ്റേ. അപ്പം നാളെ ഞാൻ എന്നാൽ കാണിച്ചു തരാം. അപ്പോൾ ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. അതടുത്ത വ്ളോഗിൽ അത് ഡേ 3 ആണ്. ഇത് ഡേ 2 അല്ലേ. അപ്പം ഇത് ഇങ്ങനെയാണ് ഒരു റൂം. ബാൽക്കണിയൊക്കെ ആയിട്ട് ബാക്കിയൊക്കെ നാളെ കാണിച്ചു തരാം. നല്ല വൃത്തിയുള്ള റൂമൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തിനെ കണ്ട് നല്ല വൃത്തിയുണ്ട്. ചെറിയ റൂമാണെങ്കിലും വൃത്തിയുണ്ട്. പിന്നെ നാളെ രാവിലെ മോർണിംഗ് പോകണം. 3 മണിക്ക് പോകണം. ഇപ്പം 12 അങ്ങനെ ടൈമൊന്നും കാണിക്കും ഫോണിലല്ല. അങ്ങനെയല്ല, 12:52. 3:30 എണീച്ചിട്ട് 4:15 അവിടെ എത്തണം. അങ്ങനെയാണ്. പിന്നെ തിരിച്ച് മറ്റേ ആ പാലൊക്കെ കയറി കഴിഞ്ഞിട്ട് ഞാൻ ബസ്സിൽ കയറിയിട്ട് ഞാൻ നല്ല ഉറക്കം ഉറങ്ങി. ഞാൻ മറ്റേ കഴുത്തിലിടുന്ന സാധനം ഇട്ടിട്ട് ഞാൻ ഉറങ്ങി. ഞാനതിപ്പോൾ എപ്പോൾ ഇട്ടാലും ഞാൻ ഉറങ്ങും. അപ്പം ഗുഡ് നൈറ്റ്. ഈ വ്ളോഗ് ഞാൻ അവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.